ഇന്ന് പത്താമുദയം. എല്ലാ പത്താമുദയത്തിനും ശാർക്കര അമ്മപരാശക്തിയുടെ സന്നിധിയിൽ ബാലികമാരുടെ താലപ്പൊലിയുണ്ട്. കർക്കിടകത്തിൽ ഉപ്പുചിരട്ട പോലും കമഴ്ത്തി വെച്ച് വറുതി ചുട്ടുനിന്ന മനുഷ്യന് തെല്ലരാശ്വാസം ചൊരിഞ്ഞ് കടന്നുവരുന്ന ചിങ്ങത്തിനു പിറകെ ഭാവി കാല ശുഭസൂചനയുമായി ഉദിച്ചുയരുന്ന തുലാപ്പത്ത്. പഴമയിൽ സൂര്യോദയത്തിന് തൊട്ടുമുമ്പേ കുളിച്ച് കുറിയഞ്ചും വരച്ച് തറവാട്ടുകാരനവരും തറവാട്ടമ്മയും മുറ്റത്ത് നിലവിളക്കും നിറനാഴിയുമായി കാത്തു നിൽക്കും. ചരാചര ജീവകാരനായ പകൽ വാഴുന്ന പൊന്നുതമ്പുരാൻ കിഴക്കുദിക്കിൽ ഉദിച്ചു പൊങ്ങുമ്പോൾ മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ വാൽക്കിണ്ടിയിൽ നിന്ന് വെള്ളം ജപിച്ചെറിഞ്ഞും ഇരുകൈയിലും ഉണക്കലരി വാരിയെറിഞ്ഞ് അരിയിട്ടെതിരേറ്റും പത്താമുദയത്തെ തറവാട്ടിനകത്തേക്കും നിലവിളക്കിലൂടെ പൂജാമുറിയിലേക്കും ആനയിക്കും. അന്നു തൊട്ട് തറവാട്ടിൽ നവോത്സാഹമാണ് കളിയാടുക. കാറുമൂടാത്ത പത്താമുദയം നാടിനും വീടിനും സമ്പൽ സമൃദ്ധിയാണ് സമ്മാനിക്കുന്നതത്രേ. 1000 ആണ്ട് പഴക്കമുള്ള അനുഷ്ഠാന ദിന ആചാരമാണ് പത്താമുദയം. ഈശ്വര ആരാധനയുടെയും കാർഷിക സംസ്കൃതിയുടെയും അർത്ഥനിർഭരമായ അനേകം ദർശനങ്ങൾ തുലാമാസത്തിലെ പത്താമുദയത്തിൻ്റെ ചടങ്ങുകളിൽ കാണാം. കാർഷിക സംസ്കാരം സമ്മാനിച്ച അമൂല്യമായ സന്ദേശവും പത്താമുദയത്തിൽ കാണാം. അന്ന് കാലിച്ചാനൂട്ട് എന്ന നിവേദ്യ ദർപ്പണം നടന്നിരുന്നു. ഉണക്കലരി പായസമാണ് നിവേദ്യം. അത് ഉണ്ടാക്കുന്നത് തറവാട്ടിലെ 10-12 വയസ്സുള്ള ആൺകുട്ടികളായിരിക്കും. കാലിച്ചേകോനെന്നും കാലിച്ചാനെന്നും പേരിട്ട് വിളിക്കുന്ന സാക്ഷാൽ അമ്പാടിക്കണ്ണനെ സംപ്രീതനാക്കാനാണ് പ്ലാവിലയിൽ ഈ നിവേദ്യം വിളമ്പി വയ്ക്കുന്നത്. പ്രാർത്ഥന കഴിഞ്ഞാൽ വന്നുകൂടിയ കുട്ടികൾക്കെല്ലാം പായസം വിളമ്പും. പത്താമതേ നാളിലാണ് കാലിച്ചാൻ തെയ്യം ഗ്രാമീണ ഗൃഹങ്ങൾ തോറും അനുഗ്രഹം ചൊരിയാനെത്തുന്നത്. മുഖത്തെഴുത്തും ആടയാഭരണങ്ങളും അണിഞ്ഞ തെയ്യം തുടിവാദ്യത്തിൻ്റെ അകമ്പടിയോടെ ഓരോ വീടിൻ്റെയും കോണിക്കൽ വന്നു നിന്ന് ഈണത്തിൽ പാടുകയും കയ്യിലെ തിരിയോല തലപ്പുകൊണ്ട് അനുഗ്രഹവർഷം ചൊരിയുകയും ചെയ്യും. കാലിച്ചാൻ തെയ്യത്തോടുകൂടിയാണ് വടക്കൻ കേരളത്തിലെ മിക്ക തെയ്യക്കാവുകളും ഉണരുന്നത് തന്നെ. ഇടവപ്പാതിയോടെ നടയടച്ച കാവുകൾ പുണ്യാഹ കലശത്തോടെ തുറന്ന് വിളക്ക് വയ്ക്കുന്ന സുദിനം കൂടിയാണ് പത്താമുദയം. അന്നു മുതലാണ് കാവുകളിൽ തെയ്യാട്ടം തുടങ്ങുന്നത്. തുലാപ്പത്ത് മുതൽ ഇടവപ്പാതി വരെയാണ് വടക്കൻ കേരളത്തിൽ തെയ്യാട്ടക്കാലം. പത്താമുദയത്തെ പഴയ തലമുറ ദീർഘകാലത്തെ പ്രവർത്തികൾക്ക് തുടക്കമിടുന്ന ശുഭദിനമായിട്ടാണ് കണ്ടിരുന്നത്. പുതിയ വിളവിറക്കുവാനുള്ള നെൽവിത്ത് കാവിൻ്റെ തിരുനടയിൽ കാണിക്ക വയ്ക്കുന്നതും മന്ത്രമുദ്രിതമായ ചുണ്ടുകളോടെ വയലിലേക്ക് പോകുന്നതും കാണാം. എന്നാൽ കാർഷിക സംസ്കൃതി അന്യമാവുകയും പുതിയ കാലത്തിൻ്റെ പരിഷ്കാരങ്ങൾ വാരിച്ചൂടുകയും ചെയ്യുന്ന പുതുതലമുറയ്ക്ക് പത്താമുദയം ഒരു ഉദയമേ അല്ല. ആഗ്നേയരാപ എന്ന ഉപനിഷത്ത് വാക്യം ഉരുവിട്ട് പഠിക്കുന്ന ജർമ്മൻ കുട്ടികൾ അത്ഭുതം വിടർന്ന കണ്ണുകളോടെയാണ് ഭാരതത്തെ നോക്കിക്കാണുന്നത്. കാരണം മൈക്രോസ്കോപ്പോ ടെലസ്കോപ്പോ ഇല്ലാതിരുന്ന കാലത്ത് H2O എന്ന സത്യം പണ്ടേ കണ്ടെത്തിയവരായിരുന്നു ഭാരതീയ മുനീശ്വരന്മാർ. നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു വച്ചതിലൊക്കെ പ്രപഞ്ചത്തിൻ്റെ ഉണ്മയുണ്ടെന്നും ശാസ്ത്രസത്യങ്ങളുണ്ടെന്നും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചരാചര പരിപാലകനായ സൂര്യദേവനെ ആരാധിക്കാൻ ഒരു ദിനം കണ്ടുവച്ച ആ പൂർവ്വ പുണ്യത്തെ നന്ദിയോടെ ഓർക്കാനെങ്കിലും നമുക്ക് ഈ പത്താമുദയത്തെ അരിയിട്ടെതിരേൽക്കാം. എല്ലാ വിശ്വാസികൾക്കും മന്ത്രയുടെ പത്താമുദയ ആശംസകൾ. ഏവർക്കും നന്മകളുണ്ടാവട്ടെ.